80 വയസ്സിലേറെ പ്രായമുള്ള ഒരു മുത്തശ്ശിയെ നിരന്തരം ഉപദ്രവിക്കുന്ന അമ്മയെക്കുറിച്ച് മകളുടെ പരാതി. തിരുവനന്തപുരത്താണ് സംഭവം. തിരുവനന്തപുരത്ത് ചാക്കയിൽ താമസിക്കുന്ന അധ്യാപികയായ ഒരു സ്ത്രീയാണ് ഇവിടെയും വില്ലത്തിയായിരിക്കുന്നത്. 80 വയസ്സിലേറെ പ്രായമുള്ള അമ്മയെ അതിക്രൂരമായി മകളായ അധ്യാപിക ഉപദ്രവിച്ചു എന്നാണ് പരാതിയിൽ. അധ്യാപിക അമ്മയുടെ ശരീരത്തിൽ ചൂടുവെള്ളം ഒഴിച്ചുവെന്നും നിലത്തിട്ട് വലിച്ചിഴച്ചു എന്നുമാണ് പരാതി പറയുന്നത്. അധ്യാപികയുടെ മകൾ തന്നെയാണ് മുത്തശ്ശിയെ ഉപദ്രവിക്കുന്ന വിവരം പോലീസിനെ അറിയിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളും പെൺകുട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ചാക്കയിൽ അധ്യാപികയായ മകളോടൊപ്പം താമസിക്കുന്ന വയോധിക വർഷങ്ങളായി മകളുടെ ഉപദ്രവം നേരിടുകയാണ് എന്നാണ് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. അമ്മ മുത്തശ്ശിയെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും സ്ട്രോക്ക് വന്നിട്ടും അതിനുള്ള ചികിത്സയോ മരുന്നോ നൽകാറില്ല എന്നും പെൺകുട്ടി പറയുന്നു. വിദേശത്തായിരുന്ന പെൺകുട്ടി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. ഈ സമയത്തും അമ്മ മുത്തശ്ശിയെ ഉപദ്രവിക്കുന്നതിന് പെൺകുട്ടി സാക്ഷിയാവുകയായിരുന്നു. മുത്തശ്ശിയെ ഉപദ്രവിക്കരുതെന്ന് മകൾ പലകുറി വിലക്കിയിട്ടും അധ്യാപിക ഇത് വകവയ്ക്കാറില്ല. മുത്തശ്ശിക്കായി വാദിച്ച മകളോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് അവർ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ഒക്ടോബറിൽ പെൺകുട്ടി അമ്മയ്ക്കെതിരെ പേട്ട പോലീസിൽ പരാതി നൽകി. എന്നാൽ മകൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നും മകൾ പറയുന്നത് കാര്യമാക്കണ്ട എന്നും പറഞ്ഞ് അധ്യാപിക പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതോടെ പോലീസും പിന്നീട് അന്വേഷണം നടത്തിയില്ല എന്ന് പെൺകുട്ടി പറയുന്നു. അധ്യാപികയായ അമ്മയുടെ ഉപദ്രവം കാരണം പെൺകുട്ടിയും നിലവിൽ മറ്റൊരിടത്താണ് താമസം. ബന്ധുക്കൾ ആരും ഈ വീട്ടിലേക്ക് വരാറില്ല. കഴിഞ്ഞ ദിവസമാണ് അമ്മ മുത്തശ്ശി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ സഹിതം പെൺകുട്ടി വീണ്ടും പോലീസിന് പരാതി നൽകിയത്. മുത്തശ്ശിയെ കുളിമുറിയിൽ ഇരുത്തി അമ്മ അവർക്ക് നേരെ വെള്ളമൊഴിക്കുന്നതിനെയും തറയിലൂടെ വലിച്ചൊഴിക്കുന്നതിനെയും ദൃശ്യങ്ങളാണ് പെൺകുട്ടി പുറത്തുവിട്ടിരിക്കുന്നത്. മുത്തശ്ശിയെ എത്രയും വേഗം ഈ വീട്ടിൽ നിന്ന് സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റണം എന്നാണ് പരാതിക്കാരിയായ പേരക്കുട്ടിയുടെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. കൊല്ലം തേവലക്കര നടുവിലക്കരയിൽ കഴിഞ്ഞ മാസം വൃദ്ധയായ ഭർത്തൃമാതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ മരുമകളാണ് വയോധികയായ അമ്മയെ ഭർത്തൃമാതാവിനെ ഉപദ്രവിച്ചത് എങ്കിൽ ഇവിടെ സ്വന്തം മകൾ തന്നെയാണ് മകളുടെ വാക്കുകൾ പോലും പരിഗണിക്കാതെ വൃദ്ധയായ അമ്മയെ മർദ്ദിക്കുന്നതും ചൂടുവെള്ളം ഒഴിക്കുന്നതും വലിച്ചിഴയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ശരിക്കും എന്താണ് ഇവർക്കൊക്കെ പറ്റുന്നത് എന്നാണ് സമൂഹത്തിൽ പലരും ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം. ഇവരൊക്കെ വളരെ നല്ല പദവിയിലിരിക്കുന്നവർ, ഒരു അധ്യാപിക എന്നൊക്കെ പറയുമ്പോൾ വളരെ സംസ്കാര സമ്പന്നരായ ആൾക്കാർ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അവരിൽ നിന്നൊക്കെ ഇത്തരം സ്വന്തം മാതാപിതാക്കളോട് അല്ലെങ്കിൽ ഭർത്താവിന്റെ മാതാപിതാക്കളോടൊക്കെ ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ ആകില്ല. അതുപോലെ കൊല്ലം തേവലക്കരയിൽ മഞ്ജു എന്ന് പറയുന്ന അധ്യാപികയെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരിപ്പോൾ ജാമ്യത്തിലായിരുന്നു. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടും ജാമ്യത്തിൽ ഇറങ്ങി നടക്കാൻ കുറച്ച് ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയാണോ ഇത്തരത്തിൽ വീണ്ടും പാവപ്പെട്ട വൃദ്ധമാതാക്കളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ കാരണമാകുന്നത് എന്നതാണ് മറ്റൊരു സംശയമായി ഉയർത്തുന്നത്. എന്തായാലും ഒരു അനുഭവം നമ്മൾ കണ്ടു. കൊല്ലത്ത് അതിക്രൂരമായ രീതിയിൽ ഒരു അമ്മയെ ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടു. അതേ രീതിയിൽ തന്നെ ഏകദേശം അതേ മോഡലിൽ തന്നെ മറ്റൊരു മകൾ 80 വയസ്സോളം പ്രായമുള്ള ഒരു അമ്മയെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല. അത് ആ അമ്മയെ, അതായത് ആ അധ്യാപികയായ അവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ ഇടപെട്ട സ്ഥിതിക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ ഒരു പുതിയ വർഷം പിറക്കുമ്പോൾ പോലും നമ്മുടെയൊക്കെ ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും നന്നാകാൻ ഇവരാരും ഉറപ്പിച്ചിട്ടില്ലേ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. മറ്റൊന്ന്, ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ട മകൾക്ക് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞു ധരിപ്പിക്കുന്നു. പക്ഷേ വൃദ്ധയായ അമ്മയ്ക്ക് നേരെ ചൂടുവെള്ളം ഒഴിക്കുകയും വലിച്ചിഴയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് തന്നെയല്ലേ മാനസിക രോഗം എന്ന് നമുക്കിവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.